അമ്മയ്ക്കുള്ള ഭക്ഷണം കൊടുത്തതിനു ശേഷം താഴെ പായ വിരിച്ച് മാരിവേലും ആവണിയും കിടന്നു. മാരിവേലിൻ്റെ അഗാധതയിലുള്ള ഉറക്കം കണ്ട് ആവണി സംതൃപ്തിയോടെ മിഴികളടച്ചു. മനോമുകുരത്തിൽ തെളിഞ്ഞത് അനുജൻ്റെ മുഖമായിരുന്നു. തൻ്റെ കുടുക്കയിൽ നിക്ഷേപിച്ച പണം കൊണ്ട് അവന് യൂണിഫോം വാങ്ങണം. ദാമോദരൻ ചേട്ടൻ്റെ കടയിലെ ജോലി കൊണ്ട് കിട്ടുന്ന പൈസ ഒന്നിനും തികയില്ല എന്നവൾ ആലോചിച്ചു. തനിക്ക് മറ്റൊരു ജോലി കണ്ടെത്തണമെന്നവൾ തീരുമാനിച്ചു. ഒരു 13കാരിയുടെ ചിന്തകളായിരുന്നില്ല അവൾക്കുണ്ടായിരുന്നത്. തൊട്ടടുത്ത ദിനം തന്നെ ദാമോദരൻ ചേട്ടൻ്റെ അറിവോടെ ഒരു തയ്യൽക്കടയിലെ തൂപ്പുജോലിയിലേക്ക് അവൾ ക്ഷണിക്കപ്പെട്ടു. അത് വലിയൊരു കമ്പനി പോലെയാണ് അവൾക്ക് തോന്നിയത്. ധാരാളം സ്ത്രീകൾ ഇരുന്ന് തയ്ക്കുന്ന സ്ഥലം. തൻ്റെ താമസ സ്ഥലത്തു നിന്ന് അല്പദൂരം നടക്കാനുണ്ടെങ്കിലും ദിവസം കൂലി 50 രൂപ കിട്ടും എന്നുള്ള ആശ്വാസത്തിൽ അവളത് അംഗീകരിച്ചു. 6 മണിക്ക് എഴുന്നേറ്റ് ദാമോദരൻ ചേട്ടൻ്റെ കടയിലേക്ക് വെള്ളം കോരിക്കൊടുത്ത് അമ്മയ്ക്കുള്ള ഭക്ഷണവും കൊടുത്ത് അനുജനെ ഒരുക്കി സ്കൂളിലേക്ക് അയച്ച് അവൾ അതിവേഗം കമ്പനിയിലേക്ക് നടന്നു തുടങ്ങും.